പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ പാസതാം പുരതോ മമ. ശ്രീഗുരുവായൂരപ്പ ശരണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശകം 29 മോഹിനി രൂപവർണ്ണനം. ഉദ്ഗച്ഛതസ്തവകരാദമൃതം ഹരൽസു ദൈത്യേഷു ദാനഃ ശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോധതിധദേവ ഭവത്പ്രവാദാദുദ്ധ്യുത്സയോധ്യകലഹാദിതിജാ ബഭൂവ. ശ്യാമാം രുജാഭി വയസാഭി തനും തദാനിം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം. പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയയുസ്ത്വദുരോജഗംബേ. കാ ത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢരാഗവിവശാനഭിയാജധൂമൂൽ. വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാ ഇത്യാലപന്നഭിः സുവിശ്വസിതാനദാനിം. മോദാൻ സുധാകലശമേഷു ദദൽസു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ. പങ്ക്തിപ്രഭേദവിനിവേശിത ദേവദൈത്യാ ലീലാവിലാസഗതിഭിः സമദാസുതാം ത്വാം. അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വത സമാപ്യ സുധാം സുരേഷു. ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ധപരിപീതസുധാം വ്യലാവി. ത്വത്വസുധാഹരണയോഗ്യഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരേ ഖലു തേ വ്യഗൃഹ്ണൻ. ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിവാഹിരാസി. ത്വം കാലനേമിമധമാലിമുഖാൻ ജഗസ്ഥ ശക്രോ ജഘാന ബലിജംബവലാൻ സഭാകാൻ. ശുഷ്കാർദ്രദുഷ്കരവധേ നമുജൗജലൂണേ ഫേനേന നാരദഗിരാ ന്യരുണോരണം തം. യോഷാവബുർദനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശ. ഭൂതൈഃ സമം गिरिजया च गदपदं ते स्तुत्वा ब्रवीदभिमदं त्वमधोतिरोध. आरामसीमनिश्च कुन्दुगघादलीला लोलायमाननयनं कमनिं मनोज्ञं. त्वामेष वीक्ष्य विगलद्वसनं मनोभू वेगादनङ्गरिपुरङ्गसमालिलिङ्गा. भूयोऽपि विद्रुतवतीमुपधाव्यदेवो वीर्यप्रमोक्षविगसत्परमार्थबोधा. त्वन्मानितस्तव महदत्वमुवाच देव्यै तत्तादृशस्त्वमववादनिकेतनाद. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ മഹാഗണപതയേ നമ. സംസരസ്വത്യൈ നമ. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രഭാഷണ വിഷയം
ശ്രീമദ് നാരായണീയത്തിലെ ദശകം 29. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അമൃത അപഹരണം, അതുപോലെ വിഷ്ണുമായ ആവിർഭാവം, പിന്നെ അസുരവധം, ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ വർണ്ണിക്കാൻ പോകുന്നത് 10 ശ്ലോകങ്ങളിലൂടെ. എന്നാൽ ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായം തൊട്ട് 12-ാമത്തെ അധ്യായം വരെ വിവരിച്ച വർണ്ണനകളെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് സംക്ഷേപിച്ചുകൊണ്ട് ഇവിടെ ഇതാ 10 ശ്ലോകങ്ങളിലൂടെ ഭഗവാനെ കാഴ്ചവെച്ചത്. പതിവ് പോലെ 29-ാമത്തെ ദിവസവും ആ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ വാതരോഗത്തെ മാറ്റണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പാലാഴി മദനം കഥയൊക്കെ വർണ്ണിച്ച അവസാനം ഇതാ ഈ ഭാഗത്തെ സമർപ്പിക്കുകയാണ്. 1-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് എന്താ പറയുന്നത് നോക്കാം. ഉദ്ഗച്ഛതസ്തവകരാദമൃതം ഹരത്സു ദൈത്യേഷു താന ശരണാനനുനീയ ദേവാൻ സസ്ത്യത്തിരോദതി തദേവ ഭവത്പ്രഭാവാദുദ്യസ്ത്വയൂധ്യകലഹ ദിതി ച ബഭൂ. ഈ പാലാഴിയിൽ നിന്ന് ധന്വന്തര മൂർത്തിയായി വന്ന ആ ഭഗവാൻ അന്ന് വന്നത് അമൃതകലശവും കൊണ്ടാണ്. ആ ഭഗവാന്റെ കയ്യിൽ നിന്നും അമൃതകലശത്തെ അസുരന്മാര് അപഹരിച്ചു. അപ്പോൾ അപഹരിച്ചപ്പോഴേ ദേവന്മാരെ രക്ഷിക്കാനായിട്ടാണ് ഈ പാലാഴി മദനൊക്കെ നടത്തിയത്. പക്ഷെ ഇതിപ്പോൾ അസുരന്മാർ കൊണ്ടുപോയില്ലേ. അപ്പോൾ ആ നിസ്സഹായരായ ഈ ദേവന്മാരെ സഹായിക്കാനായിട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പെട്ടെന്ന് അവിടുന്ന് അന്തർധാനം ചെയ്തു എന്നാണ്. എന്നിട്ടോ ആ ഭഗവാന്റെ മായാബലം കൊണ്ട് ഈ അസുരന്മാരെ തമ്മിൽ തല്ലിച്ചു. അവര് ഈ അമൃതം കിട്ടിയപ്പോൾ തന്നെ ഇത് ആര് കഴിക്കും, ആരാദ്യം കഴിക്കും, എത്രത്തോളം കഴിക്കും, അങ്ങ് ആര് വീതിച്ചു കൊടുക്കും എന്ന് തമ്മിലടിയായി. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? താമസ സ്വഭാവക്കാര് ഇതുപോലെ നല്ല കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടെ അമൃതം കിട്ടിയപ്പോഴേ അവർ തമ്മിലടിച്ചു. കാരണം താമസ സ്വഭാവക്കാർക്ക് നല്ലതിനെ ആഗ്രഹിക്കാനേ പറ്റൂ, അത് ലഭിക്കുകയില്ല. സാത്വിക ബുദ്ധിയുള്ള സജ്ജനങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സാക്ഷാത്കാരം, അമൃതം എന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരമാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്, അത് കിട്ടുകയുള്ളൂ. അത് അസുരന്മാർക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ ഇവിടെ ഈ അമൃത് അവർ കൊതിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലത്തെ ലൗകിക സുഖം ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഭഗവത് മായയിൽ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തനി സ്വഭാവം കാണിച്ചു. അവര് അപഹരിച്ചു എന്ന് മാത്രമല്ല, പിന്നെ അത് തമ്മിൽ എങ്ങനെ അത് ഉപയോഗിക്കും എന്നുള്ളതിനെ കുറിച്ച് തമ്മിലടിയായി. അപ്പോൾ ജീവിത സുഖാസക്തിയിൽപ്പെട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെട്ടു എന്ന് വേണം പറയാം. ലൗകികമായി നമ്മൾ ഇതിനെടുക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ തന്നെയല്ലേ ആസുരിക ബുദ്ധിയും സാത്വിക ബുദ്ധിയൊക്കെ. അപ്പം നമ്മളെ ഈ ഇത്തരത്തിലുള്ള ബുദ്ധി കൊണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ശ്ലോകം. ശ്യാമാംരുചാപി വയസാപി തനും തദാനീം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയയുസ്ത്വദുരോജകുംഭേ. ഇവിടെ ഭഗവാൻ മായാമോഹിനിയായിട്ട് തീർന്നപ്പോൾ അവിടുത്തെ കാന്തിയുണ്ടല്ലോ, സൗന്ദര്യം,
ആ സൗന്ദര്യവും നവയൗവന പ്രായവും ആ നവയൗവനത്വം, ശ്യാമവർണം, അതെല്ലാം കൊണ്ട് വളരെയധികം ആകർഷണീയമായിരുന്നതാണ്. ആ മോഹിനിയുടെ ആ ഉന്നതമായ വൃത്താകൃതിയിലുള്ള കുജങ്ങൾ, അതിൻ്റെ ഭാരം കൊണ്ട് അല്പം വളഞ്ഞ വടിവത്ത ശരീരത്തോടു കൂടിയാണ് ആ മോഹിനി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അസുരന്മാര് ആ അമൃതകുംഭത്തെ ആധാരമാക്കി അവർ കലഹിച്ചല്ലോ. പക്ഷെ ഈ സൗന്ദര്യധാമത്തെ കണ്ടപ്പോൾ അവർ അമൃതത്തിന് വേണ്ടിയിട്ടുള്ള കലഹമൊക്കെ ഒഴിവാക്കി. അമൃതം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ എന്തേ, അവർ മോഹിനിയുടെ പുറകെയായി, ആ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ട് അതിലടിമപ്പെട്ടുപോയി, ആസക്തരായി, ആ ദേവിയുടെ പിന്നാലെ പോയി എന്നാണ്. അപ്പോൾ രാഗദ്വേഷാദികളും അതുപോലെ ആ രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന കലഹം, അതുപോലെ വാരുണീ സേവ അല്ല മദ്യം, ഇതൊക്കെ താമസമായ സ്വഭാവക്കാരുടെ ലക്ഷണമാണ്. എന്തുകൊണ്ടാണ് താമസ സ്വഭാവം ഉണ്ടാകുന്നത്? അജ്ഞാനം കൊണ്ട്. അപ്പോൾ ഈ അസുരന്മാർ അജ്ഞാനികളാണ്, അതുകൊണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അവർ അമൃതത്വത്തിനെ ഉപേക്ഷിച്ചിട്ട് മറ്റേ സൗന്ദര്യത്തിൻ്റെ പുറകെ പോയി എന്ന് പറയുന്നത്. അപ്പം അത് അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതപ്പെടാനില്ല. ഈ താമസ സ്വഭാവക്കാർ കൂടുതൽ വിഷയോന്മുഖരായിട്ട് ഭവിക്കുന്നതാണ്, അങ്ങനെ അധപ്പതിക്കും. അപ്പോൾ വിഷയോന്മുഖമായിട്ട് അങ്ങനെ അധപ്പതിക്കുമ്പോൾ അതിനോട് സംഘം വരും. ആ സംഘം കൊണ്ട് അതിനോട് അതിയായ കാമം ഉണ്ടാവും. ആ കാമം നടക്കാതെ വരുമ്പോൾ ക്രോധം ഉണ്ടാവും. ക്രോധം വന്നു കഴിഞ്ഞാൽ ക്രോധത്തിൽ നിന്ന് സമ്മോഹം ഉണ്ടാവും. ആ സമ്മോഹത്തിൽ നിന്ന് സ്മൃതിഭ്രംശം ഉണ്ടാവും. സ്മൃതിഭ്രംശത്തിൽ നിന്ന് ബുദ്ധിനാശം, ബുദ്ധിനാശത്തിൽ നിന്ന് സർവനാശം ഉണ്ടാവും, അധപ്പതനം ഉണ്ടാവും. ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. ആ തത്വത്തെയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ലൊരു സംരംഭത്തിൽ അമൃതം കിട്ടിയിട്ട് ആ ആസുരിക സ്വഭാവം കൊണ്ട് അതിനെല്ലാം നശിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ശ്ലോകം 3. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമീത്യാരൂഢരാഗവിവശ നഭിയാചതോമുൻ വിശ്വസ്യതേ മയി ഗതം കുലടാസ്മി ദൈത്യ ഇത്യാലപന്നഭി സുവിശ്വസിതാനതാനി. ആ ദേവി അത്യന്തം സുഭഗമായ ആകൃതി വിശേഷത്തോടു കൂടിയാണ് അവിടെ വന്നത്. ആ മോഹിനിയിൽ ദത്തചിത്തന്മാരായിട്ട് തീർന്നു ഈ അസുരന്മാർ. അവളോട് എന്നിട്ട് ഇവർ യാചിച്ചു. എന്തുകൊണ്ട്? അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് ആസക്തരായപ്പോൾ അവരങ്ങോട്ട് യാചിച്ചു. ആ ദേവിയുണ്ടായ രാഗാധിക്യം അത്രക്ക് സീമാതീതമാണെന്നാണ്. അതിനാൽ അവളോട് യാചിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വിഭജിച്ച് തരണേ. അവളെ അത്രയധികം അവർ വിശ്വസിച്ചു. പക്ഷേ അപ്പോൾ ദേവി എന്താണ് പറഞ്ഞത്? വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യ എന്നാണ്. ഞാൻ കുലടയാണ്, നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക? വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് ഞാൻ. കുലട എന്ന് പറഞ്ഞാൽ വേശ്യ എന്നൊക്കെയാണ്. ആരും വിശ്വസിക്കില്ല അവരുടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സുന്ദരി നമ്മളെ ഒഴിവാക്കാൻ പറയാണ് എന്ന് വിചാരിച്ചിട്ട് ആ സുന്ദരിയോട് അവർക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടായി. അതുകൂടാതെ ആ മോഹിനിയുടെ ശൃംഗാര ചേഷ്ടകളൊക്കെ കണ്ടപ്പോൾ അവർക്ക് അവളെ വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർക്ക് ആ ഭഗവാനിൽ അല്ലെങ്കിൽ മോഹിനിയിൽ അത്യധികം വിശ്വാസം ഉണ്ടാക്കിയില്ലേ ഗുരുവായൂരപ്പ, അത്ഭുതം തന്നെ എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ കലഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ അസുരന്മാർ കലഹം നിർത്തിയത് എന്തുകൊണ്ടാണ്? അത്യധികം സൗന്ദര്യത്തോടുകൂടി ആവിർഭൂതമായ ആ മാതക സൗന്ദര്യത്തെ കണ്ടപ്പോഴാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഈ താമസിക ബുദ്ധിയുള്ളവർ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ
പ്രശ്നങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നാൽ മതി, അപ്പോൾ അവരെ മനസ്സതിലേക്ക് പോകും. പക്ഷെ അത് നല്ലതിലേക്ക് തിരിയില്ല. അപ്പോൾ ജീവിത വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകർഷമായത് ഏതാണ്? അത് സ്ത്രീരൂപമാണ്. സ്ത്രീകളോടുള്ള കാമം, സെക്സിലുള്ള പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത്, മനസ്സിനെ വിഭ്രാന്തപ്പെടുത്തുന്നത് ഇതാണ്. അപ്പോൾ ആ അമൃതത്വത്തിന് അടുത്ത് ചെന്നെത്തിയില്ലേ, അമൃത കയ്യിലെത്തും ദൂരെ കയ്യിലെത്തി, ഇനി അത് വിവരിച്ച് കയ്യിൽ കിട്ടിയാൽ മതി. പക്ഷെ അപ്പോൾ ആ സൗന്ദര്യം കണ്ടിട്ട് അവർ ആ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ കാമത്തിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ശാശ്വതമായ ആനന്ദം വേണ്ട വെച്ചിട്ട് നശ്വരമായ ആ സൗന്ദര്യത്തിൻ്റെ വിഷയസുഖത്തിൻ്റെ പിറകെ പോയി. ഇതാണ് ആസുരിക ബുദ്ധി. നമ്മളൊക്കെ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള അസുരന്മാരെ പോലെ ആകരുത്. നമ്മളെപ്പോഴും ഓരോരോ ലൈംഗിക വിഷയങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അത് എത്രത്തോളം നമ്മൾ നാശത്തിലേക്ക് നശിക്കും എന്ന് ഒരു വിവേക ബുദ്ധിയോടുകൂടി, ഈശ്വര ബുദ്ധിയോട് കൂടിയിട്ട് സമീപിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. ശ്ലോകം 4: മോദാസുതാകലശമേഷു ദദസ്സു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹദ്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭി സമദാസുതാം താം. ആ അസുരന്മാരെ വളരെയധികം സന്തോഷത്തോടു കൂടി ആ അമൃതകുംഭം ആ മോഹിനിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ മോഹിനി എന്താണ് പറഞ്ഞത്? ദുശ്ചേഷ്ടിതം മമ സഹദ്വമിതി ബ്രുവാണ എന്നാണ്. ഞാൻ ചില വേണ്ടാത്ത കാര്യം ചെയ്തു എന്ന് വരും, ഒരു കൊള്ളരുതായ്മ ചെയ്തു എന്ന് വരും, അത് നിങ്ങൾ സഹിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് വീതിച്ചു തരാം. അപ്പോൾ മോഹിനി അത് പറഞ്ഞപ്പോഴേ അവർ സഹിക്കാൻ സന്നദ്ധരായി. കാരണം ഈ ലൗകികമായ ലോകത്ത് നമ്മൾ കാണാൻ പറയും, വളരെയധികം സൗന്ദര്യമുള്ള സ്ത്രീകളൊക്കെ അവളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന എന്തും ചെയ്യും മനുഷ്യർ. ഇവിടെ അതുപോലെ ഈ അസുരന്മാര് ദേവീനെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തോട്ടെ, അബദ്ധം ചെയ്തോട്ടെ, ഏത് ചെയ്താൽ ശരി നമ്മളതൊക്കെ സഹിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് അവരതിന് തയ്യാറായി. അപ്പോൾ ദേവി എന്ത് ചെയ്തു? ദേവന്മാരെയും അസുരന്മാരെയും പരസ്പരം കാണാത്ത രീതിയിൽ വേറെ വേറെ പന്തിയിലിരുത്തി ദേവന്മാർക്ക് അമൃതം വിളമ്പി കൊടുത്തു. എന്നിട്ട് ദേവി എന്ത് ചെയ്തു? ഈ അസുരന്മാരുടെ മുമ്പിൽ വന്ന് വളരെയധികം ശൃംഗാര ചേഷ്ടകളൊക്കെ കൊണ്ട് മനോഹരമായിട്ട് കാൽവെപ്പുകളോടുകൂടി അവിടെ നടന്ന് അവരെ സന്തോഷിപ്പിച്ചു. അങ്ങനെ സന്തോഷിപ്പിച്ചപ്പോൾ അവർ ഈ ദേവി അസുരന്മാർക്ക് കൊടുത്ത തൽക്കാലത്തേക്ക് അവർ കയ്യിൽ അവരെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നർത്ഥം. ശ്ലോകം 5: അസ്മാസിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷാംസിദേഷു അധസമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവസഗോ നിജരൂപമേത്യ സ്വർഭാനുമർത്ത പരിപീത സുധം ജലാവി. ആ മോഹിനിയുടെ അത്യധികം സുന്ദരമായ ആ ശൃംഗാര ചേഷ്ടകൾ, അവരുടെ കുണുങ്ങിയുള്ളതായ ആ നടത്തം, അവരുടെ ആ കൊച്ചു കൊച്ചു സംഭാഷണങ്ങൾ, അതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ആ അസുരന്മാർ സ്വയം മതിമറന്നു. സ്വതവേ തന്നെ വിഷയാസക്തന്മാരായ അവര് അതീവ ആസക്തന്മാരായിട്ട് തീർന്ന അസുരന്മാര് വിചാരിച്ചു ഈ സുന്ദരിക്ക് ഞങ്ങളിൽ അത്യധികമായ പ്രണയമുണ്ട് എന്ന് കരുതി. എന്നിട്ട് മിണ്ടാതെ ഇരുന്നു. ഭക്തന്മാരുടെ സേവകനായ ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ ആ മോഹിനി ആ അമൃത് മുഴുവൻ ദേവന്മാർക്ക് വിളമ്പി കൊടുത്തതിന് ശേഷം തൻ്റെ യഥാർത്ഥ രൂപം കൈകൊണ്ടു എന്നാണ്. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? ആരും കാണാതെ ആ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഇരിക്കുന്ന രാഹു അമൃതം കാണാതെ കഴിച്ചപ്പോൾ ഈ സൂര്യചന്ദ്രന്മാർ ആംഗ്യം കാണിച്ചു മോഹിനിയോട്. മോഹിനി അപ്പോൾ തന്നെ വിഷ്ണു രൂപം കൊണ്ട് പൂണ്ട്
സുദർശന ചക്രം കൊണ്ട് രാഹുവിൻ്റെ കഴുത്തറുത്തു. അവിടെ തല രാഹുവും ഉടൽ കേതുവുമായിട്ട് മാറി. അപ്പോൾ സൂര്യചന്ദ്രന്മാർ കാണിച്ചു കൊടുത്തതുകൊണ്ടാണ് രാഹുവിനെ വിഷ്ണു മനസ്സിലാക്കിയത് എന്നർത്ഥം. അപ്പോൾ അവിടെ രഹസ്യമായിട്ട് അവർ കഴിക്കാൻ പാടില്ല. അപ്പം അതിനുള്ള ശിക്ഷയാണ്. ഒന്ന് അപഹരിച്ചു, രണ്ടാമത് കാണാതെ വിളമ്പാതെ വരെ കഴിച്ചു എന്നാണ്. അപ്പോൾ ഈ രാഹു കേതു എന്താണ്? സൂര്യനെ ഭൂമി ചുറ്റുന്നത് ഒരു സങ്കല്പ രേഖയുണ്ട്, ഒരു വൃത്താകൃതിയായിട്ടുള്ള അല്ല ദീർഘവൃത്തമായിട്ടുള്ള രേഖയുണ്ടാവും. ആ രേഖയെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതായ വൃത്താകൃതിയിലുള്ള ഒരു സാങ്കല്പിക രേഖയുണ്ട്. അപ്പോൾ ഈ ഭൂമി ചുറ്റുന്ന വൃത്തത്തെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന വൃത്തം ഛേദിക്കുന്നുണ്ട്. രണ്ട് സ്ഥലത്ത് ഛേദിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബിന്ദു രാഹുവും രണ്ടാമത്തെ ബിന്ദു കേതുവാണ്. ഇതാണ് യഥാർത്ഥത്തിൽ രാഹുകേതുക്കൾ. അപ്പോൾ ആ രാഹുകേതുക്കളായിട്ട് ജ്യോതിഷത്തിൽ രാശിചക്രത്തിൽ 7-ാം രാശിയിൽ എന്ന് പറയും, നേരെ എതിരായിട്ട് വരും. 180 ഡിഗ്രി എതിരായിട്ട് വരും രാഹുവും കേതു. ശ്ലോകം 6. ത്വത്തസുദാഹരണയോഗ്യബലം പരേഷു ദത്വാഗതേ ത്വയി സുരൈകലു തേ വ്യഗൃണ്ണൻ ഘോരേതമൂർച്ഛതിരണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാഭിരാസി. ആ വിഷ്ണു ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് അമൃതകലശമേന്തി ആ പാലാഴിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ അവസരത്തിൽ അസുരന്മാർ അമൃതകലശം, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കയ്യിൽ നിന്നും അപഹരിച്ചില്ലേ? ആ അപഹരിച്ചതിന് അനുകൂലമായ ഫലം അങ്ങ് ആ അസുരന്മാർക്ക് നൽകി. അമൃതമഥനത്തിൽ അസുരന്മാർ ദേവന്മാരും തുല്യമായിട്ടുള്ള പങ്കല്ലേ വഹിച്ചത്. ഒരുപോലെ ജോലി ചെയ്ത്, ഒരുപോലെ പരിശ്രമം ചെയ്തിട്ട് അവർക്ക് ഫലം കിട്ടിയത് ദേവന്മാർക്ക് മാത്രമല്ലേ? അസുരന്മാരുടെ ശ്രമം വിഫലമായി. അതിന് കാരണം എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ അതോടുകൂടി മഹാവിഷ്ണു അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ തങ്ങള് വിഷ്ണു മായാമോഹിനിയും മോഹിനി രൂപവുമില്ല, വിഷ്ണു ആരുമില്ല. അങ്ങനെ വന്നപ്പോൾ ഈ അസുരന്മാർക്ക് ദേഷ്യം വന്നു. അവർ വിചാരിച്ചു, ഈ വിഷ്ണു ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളിതാ വഞ്ചിച്ചു, അതുകൊണ്ട് ദേവന്മാരുടെ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ വിഷ്ണുവിൻ്റെ മായങ്ങൾ ദേവന്മാർക്ക് വേണ്ടിയല്ലേ? അതിനാൽ ഏറ്റവും കൂടുതൽ പകയോടുകൂടി ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അതാണ് ദേവാസുര യുദ്ധത്തിൻ്റെ പ്രധാന കാരണം. ഇതാണ്. ഇപ്പോൾ ദേവാസുര യുദ്ധം നടക്കുമ്പോൾ അസുര രാജാവായ മഹാബലിക്ക് മായാപ്രയോഗമുണ്ട്. അത് അദ്ദേഹം മായാ പ്രയോഗിച്ചുകൊണ്ട് ദേവന്മാരെ എല്ലാം മോഹിപ്പിച്ചു. ആ സമയത്ത് ദേവന്മാരെ രക്ഷിക്കാനായിട്ട് മഹാവിഷ്ണു തന്നെ അവിടെ യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ യുദ്ധത്തെ നമ്മളെ ലൗകിക ജീവിതത്തിൽ നമ്മൾ എങ്ങനെ വേണം മനസ്സിലാക്കാൻ? നന്മ തിന്മ, സത്ത് അസത്ത്, ധർമ്മം അധർമ്മം, വിജയം പരാജയം, ചൂട് തണുപ്പ്, അനുകൂലം പ്രതികൂലം, ഇഷ്ടം അനിഷ്ടം, ഇതൊക്കെ ദ്വന്ദ്ങ്ങളാണ്. അത് രണ്ടായിട്ടേ നിൽക്കുള്ളൂ. ചൂടുണ്ടെങ്കിലേ തണുപ്പിനെ അറിയൂ, സുഖമുണ്ടെങ്കിലേ ദുഃഖത്തെ അറിയൂ. എപ്പോഴും സുഖമാണെന്ന് ദുഃഖം എന്താണെന്ന് അറിയൂ, എപ്പോഴും ദുഃഖമാണെന്ന് സുഖത്തെ അറിയൂ. അപ്പോൾ ദുഃഖം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലത് വരുമ്പോഴേ സുഖത്തെ അറിയുള്ളൂ. അതുപോലെയാണ് സദ്ഗുണസമ്പന്നന്മാരെ അറിയണമെങ്കിൽ ദുഷ്ടന്മാരുണ്ടാവണം, അസുരന്മാരുണ്ടാവണം. അപ്പോൾ അസുരന്മാരുണ്ടാകുമ്പോഴേ ഉള്ളൂ അസുരന്മാരായി ശരിയാവില്ല. എനിക്ക് നന്നാണെന്നുള്ള തോന്നലുണ്ടായിട്ട് സാത്വികത്വത്തിലേക്ക് നീങ്ങുള്ളൂ ആളുകൾ. അപ്പം അതുകൊണ്ട് ഇത് ഒന്നിച്ചേ പോവുള്ളൂ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പം ദേവന്മാരെ സഹായിക്കാനായിട്ട് വിഷ്ണു എത്തിയത്?
എന്നുള്ളതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് പറയണത്. ആസുരികത തനിയെ ഉണ്ടായിക്കോളും, സാത്വികത കുറച്ച് പ്രയത്നമുണ്ട്. അപ്പോൾ ആ സാത്വികതയെ നിലനിർത്തണം, എങ്കിൽ ആസുരികത തനിയെ ഉണ്ടായിക്കോളും. അതുകൊണ്ട് ദേവന്മാരെ സഹായിക്കാനായിട്ട് വിഷ്ണു പല വേഷം എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സാത്വികമായിട്ടുള്ളതായ കാര്യങ്ങൾ എന്ത് ചെയ്യും? അമരത്വത്തിലേക്ക്, മുക്തിയിലേക്കും നയിക്കും. സാത്വിക ബുദ്ധിയിലൂടെ അതിലേക്കാണ്. മറ്റേതോ ആസുരികത്വം കൊണ്ട് മൃത്യുവിലേക്ക് അല്ലെങ്കിൽ ബന്ധനത്തിലേക്കും നയിക്കും. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ത്വം കാലനേമിമഥ മാലിമുഖാൻ ജഗന്ധ ശക്രോ ജഘാനബലിജം ബവലാൻ സപാകാൻ ശുഷ്കാദ്രദുഷ്കരപഥേ സ്നമുചൗചലൂനേ ഭേനേന നാരദഗിരാ നരുണോരണം തം. ഇവിടെ ദേവാസുര യുദ്ധം നടന്നല്ലോ. അപ്പോൾ ആ ദേവാസുര യുദ്ധം നടന്നപ്പോൾ മഹാബലി മായാവിദഗ്ധനാണ്. അപ്പം മായ പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം ദേവന്മാരെ തളർത്തി. അപ്പോൾ ദേവന്മാരില്ലാതായ സാത്വികത ഇല്ലാതാവുമല്ലോ. അതുകൊണ്ട് മഹാവിഷ്ണു അവരെ സഹായിക്കാനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. മഹാവിഷ്ണു വന്നിട്ട് കാലനേമി, മാലി, സുമാലി തുടങ്ങിയവരെ ഹനിച്ചു. ഇന്ദ്രനാവട്ടെ പാകനെയും ബലിയെയും ജംബനെയും വലനെയും നിഗ്രഹിച്ചു. പിന്നെ നമൂചി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തെ ഉണങ്ങിയതും നിറഞ്ഞതുമായ ഒന്നുകൊണ്ടും കൊല്ലാൻ സാധ്യമല്ല. അപ്പം അദ്ദേഹത്തെ എങ്ങനെ നൊര കൊണ്ടേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പം നൊര ഉപയോഗിച്ച് ആ നമൂജിയെയും വധിച്ചു. അപ്പം അങ്ങനെ അസുരന്മാർ മൊത്തം ഇല്ലാതാവുന്നു എന്ന് കണ്ടപ്പോൾ നാരദമുനി അവിടെ വന്ന് ഭഗവാനെ ഓർമ്മിപ്പിച്ചു. അല്ലയോ ഭഗവാനെ, അസുരവംശം ഇല്ലാതായാൽ എങ്ങനെയാണ് ദേവന്മാരുണ്ടാവുക? ദേവന്മാരുണ്ടാകുന്നത് അസുരന്മാരും വേണം, രണ്ടും ഒന്നിച്ചല്ലേ പോവുള്ളൂ. അത് കേട്ട ഉടനെ ഭഗവാൻ അവിടെ യുദ്ധം നിർത്തി. അപ്പോൾ അവിടെ മരിക്കാതെ കിടക്കുന്ന ഒരുപാട് അസുരന്മാരുണ്ട്. അംഗവിഹീനന്മാരായിട്ടും അംഗഭംഗമൊക്കെ വന്ന് മരിക്കാതെ കിടക്കുന്ന ആ അസുരന്മാരൊക്കെ ശുക്രാചാര്യര് സഞ്ജീവനി വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരൊക്കെ ജീവിപ്പിച്ചു. അങ്ങനെ അസുരന്മാരുടെ വംശവർദ്ധന ഉണ്ടായി. അപ്പോൾ സൃഷ്ടിയും പ്രപഞ്ചവും ഉള്ളിടത്തോളം കാലം ഈ രണ്ടു തരം വിരുദ്ധ ധർമ്മങ്ങൾ ഉണ്ടാകണം. അസുരവൃത്തി ദൈവിക ശക്തിയെ പോഷിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അസുരവൃത്തി ഉണ്ടെങ്കിൽ ദൈവിക ശക്തിയെ പോഷണം നടക്കുള്ളൂ. അതുകൊണ്ട് അത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അസുര സ്വഭാവത്തെ പരിപൂർണമായും സാത്വിക വൃത്തിയുള്ളവർക്കും ഗുണാതീതന്മാർക്കും കീഴടക്കാനും ജയിക്കാനും ഒക്കെ കഴിയും. രാജസ താമസ വൃത്തികളാകുന്ന അസുര സ്വഭാവങ്ങളോ അങ്ങനെയുള്ള സ്വഭാവങ്ങൾക്ക് ഗുണാതീതന്മാരല്ലാത്ത അങ്ങനെയുള്ള ഗുണാതീതന്മാരല്ലാത്ത ഈ താഴ്ന്നതരം ചിത്തവൃത്തികൾ ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പം അവരിലൂടെ ഈ ആശ്രിതത്വം നിലനിൽക്കും, ജീവിക്കും. അതുകൊണ്ട് അങ്ങനെ രണ്ടും നിലനിന്ന് പോകും. അപ്പോൾ നമ്മുടെ പുരാണ കഥകളിലൊക്കെ പല ദേവാസുര യുദ്ധങ്ങൾ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ രണ്ട് പ്രതീകങ്ങളെ വേണം. എന്തുകൊണ്ട് വീണ്ടും അസുരന്മാരും ദേവന്മാരും ഉണ്ടാകുന്നു? ദേവന്മാരെന്തുകൊണ്ട് ഭഗവാൻ സഹായിക്കുന്നു? അപ്പോൾ സ്വതവേ തന്നെ ആശ്രിത ശക്തി
തനിയെ ഉണ്ടായിക്കോളും മനുഷ്യ മനസ്സിൽ. പക്ഷെ നല്ല സാത്വിക ബുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് ദേവന്മാരെ സംരക്ഷിക്കുന്നു. അങ്ങനെ ദേവന്മാരെ സംരക്ഷിക്കുമ്പോൾ ആസുരിക ബുദ്ധി തനിയെ അവരെ വർദ്ധിച്ചുകൊള്ളുന്നതാണ്. കാരണം അതിന് എളുപ്പമാണ്. ആസുരിക ബുദ്ധിക്ക് വേണ്ടി ശ്രമം വേണ്ട. ആ ഒരു തത്വത്തെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കണം. 8ാമത്തെ ശ്ലോകം. യോഷാവബുദ്ധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ജഗദപദം തേ തുത്വാ ബ്രവീദഭിമതം ത്വമധോ തിരോധ. അസുരന്മാരെ മോഹിപ്പിക്കാൻ കഴിഞ്ഞ ആ അസാധാരണ രൂപം, ദിവ്യമായ രൂപം, ആ സൗന്ദര്യ തേജസ്സിൽ അസുരന്മാര് മയങ്ങിപ്പോയി. അത് സ്വാഭാവികമാണ്. എന്നാൽ പരമശിവൻ കൂടി അതിലേക്ക് മോഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലോ? അപ്പോൾ അസുരന്മാരെ മോഹിപ്പിച്ച ആ വിഷ്ണുവിൻ്റെ ആ അതിസുന്ദരമായിട്ടുള്ള രൂപം കാണാൻ വേണ്ടി ശിവൻ ഭൂതഗണങ്ങളോടും പാർവതിയോടും കൂടി ആ വൈകുണ്ഠത്തിൽ എത്തി സ്തോത്രങ്ങൾ പാടി തൻ്റെ ഇംഗിതം വിഷ്ണുവിനെ അറിയിച്ചു. എനിക്ക് അങ്ങയുടെ ആ മനോമോഹന രൂപം കാണണം. അപ്പോൾ വിഷ്ണു ഉടൻ തന്നെ അവിടെ മറഞ്ഞിട്ടോ ആരാമസീമനിജ കന്തുക ഘാതലീൽ ആരാമസീമനിജ കന്തുക ഘാതലീല ലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീഷ വികളദ്വസനാം മനോഭൂത് വേഗാദനങ്കരിപുരംഗ സമാലിലിംഗ. എങ്ങനെയാ അപ്പൊ വിഷ്ണു എന്താ ചെയ്തത്? ഭഗവാൻ വിഷ്ണു പെട്ടെന്ന് അവിടുന്ന് അന്തർധാനം ചെയ്തു. ആ ഉദ്യാനത്തില് പന്ത് കളിച്ചുള്ള കളിയിൽ നല്ല ഇളകുന്ന കണ്ണുകളോട് കൂടിയവളും സുന്ദരിയുടെ രൂപത്തില് മനോഹര രൂപത്തോടു കൂടിയ ആ മോഹിനി അവിടെ അതാ പ്രത്യക്ഷായി. ആ സുന്ദരിയുടെ അഴിയുന്ന വസ്ത്രത്തോടു കൂടി ആ സുന്ദരി അങ്ങനെ കളിക്കുന്നത് പരമശിവൻ കണ്ടു. യഥാർത്ഥത്തിൽ ഈ ശിവൻ കാമത്തിൻ്റെ ശത്രുവാണ്, കാമശത്രുവാണ്. എന്നിട്ടും ആ ശിവൻ കാമാവേശം കൊണ്ട് അല്ലയോ ശ്രേഷ്ഠനായ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേ ആശ്രയിച്ചു. ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ മോഹിനി രൂപത്തെ ആ പരമശിവൻ ആശേഷിച്ചില്ലേ എന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ചോദിച്ചത്. അപ്പോ അവിടെ പന്തടിച്ചും കൊണ്ട് കണ്ണുകൾ ചലിപ്പിച്ചുകൊണ്ട് മനസ്സിനെ ആകർഷിക്കുന്ന അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീവേഷല്ലേ പിന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ അത് കാമോദ്ദീപ്തി ശിവനിൽ ഉയർത്തിയത് കൊണ്ട് അങ്ങനെ ഉയർത്തി. അപ്പോ ക്രീഡയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ ശിവൻ ആ സുന്ദരി ചെന്ന് ഗാഠമായിട്ട് ആശ്ലേഷിച്ചു. പൂങ്കാവനം ത്തിലല്ലേ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ അതിന് ആരെയും മോഹിപ്പിക്കുന്ന ആ അന്തരീക്ഷം. 10ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഭൂയോപി വിദ്രുതപദീമുപദാവ്യദേവോ വീരപ്രമോഷ വികസത് പരമാർത്ഥബോധാം ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്രാദൃശത്വമവ വാദനികേതനാഥ. ഹലോ ഗുരുവായൂരപ്പ,
ആ പരമശിവൻ വീണ്ടും അങ്ങേ മോഹിനിയെ, ആ പരമശിവൻ അങ്ങയുടെ മോഹിനി വേഷത്തെ ആശ്രയിച്ചപ്പോൾ അങ്ങ് കുതറി ഓടി. അങ്ങനെ കുതറി ഓടിയ അങ്ങയെ ആ ശിവൻ വീണ്ടും പിന്തുടർന്നു. എന്നിട്ട് ആ വീര്യത്തിൻ്റെ തേജസ്സിൻ്റെ പ്രമോഷൻ കൊണ്ട് അത് വെളിക്ക് പോയതും നിമിത്തം അങ്ങേ വീണ്ടും ഗാഠമായിട്ട് പുറന്ന് ആ രേതസ് അങ്ങയുമായി ചേർന്നില്ലേ ആ തേജസ് എന്ന് ആണ് നമ്മുടെ മേപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞത്. പക്ഷേ നമുക്കിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, കാമത്തിൻ്റെ ശത്രുവായ പരമശിവൻ പോലും എന്തുകൊണ്ട് ഇവിടെ ആകർഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ താത്വികമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ വികുണ്ഠം കുണ്ഠിതമില്ലാത്ത സ്ഥലമാണ്. അവിടെ നമ്മുടെ മനസ്സിനെ മാലിന്യങ്ങളെല്ലാം മാറ്റി പരിശുദ്ധമായ സാത്വിക മനസ്സ് അങ്ങനെ ഗുണാതീതമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ആണ് അവിടെ ഈ മോഹിനിയാവുന്ന ആ പരമാനന്ദം നമുക്ക് ലഭിക്കുക. അങ്ങനെ ലഭിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ശിവത്വം, ശിവന്ന മംഗളം, നമ്മളിലെ ആ നന്മ, ആ ശിവം അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. അങ്ങനെ ആകർഷിക്കപ്പെട്ട് ആ വികുണ്ഠതയാകുന്ന ആ പരമാത്മ തത്വത്തിൻ്റെ പ്രതിബിംബമാകുന്ന ആ മോഹിനി രൂപത്തിൽ ലയിച്ചു എന്നാണ് അവിടെ അർത്ഥമാക്കേണ്ടത് എന്ന് തോന്നുന്നു. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിവിടെ ഉപസംഹരിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഹരയേ നമഃ.